ഹലോ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു നൈറ്റ് റുട്ടീനാണ്. ഫസ്റ്റ് ഞാൻ ഈ ക്ലോത്തിനെ പറ്റി പറയാം. ഇത് പ്രൊമോഷനൊന്നുമല്ല, പക്ഷേ ഭയങ്കര അടിപൊളിയൊരു ക്ലോത്താണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ടിഷ്യൂവിൻ്റെ ആ ഒരു സൈസും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. ശരിക്കും ഒരു ടിഷ്യൂവിൻ്റെ ബോക്സ് അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഒരു ചോക്ലേറ്റ് ആ ഒരു ടൈപ്പ് സ്മെല്ലാണ്, ഒരു മിൽക്ക് ചോക്ലേറ്റ് അങ്ങനെ ഒരു സ്മെൽ. അതെന്താ എനിക്കറിയത്തില്ല, ഭയങ്കര അടിപൊളിയാണ്. ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ വിളിക്കേണ്ട ഒരു നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഇതൊരു റീയൂസബിൾ ബാഗ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊരു 100 ടൈംസ് എങ്കിലും നമുക്കിത് വാഷ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം ക്ലീനിങ് പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്തൊരു 20 പീസ് ഓഫ് പാക്കാണ്, അല്ലെങ്കിൽ ആ ബാഗിൽ തന്നെ 20 പീസാണ് വരുന്നത്. അത്യാവശ്യം ഇതുപോലത്തെ മിറർ ക്ലീൻ ചെയ്യാനായിട്ടാണല്ലോ, അല്ലെങ്കിൽ ഫ്ലോർ ക്ലീൻ ചെയ്യാനല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ടേബിൾസ് അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യാനാണെങ്കിലും ഇത് വർത്തായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് സൺഡേ ആണ്. അപ്പം ഞാൻ പള്ളിയിൽ പോയി, അത് കഴിഞ്ഞ് കടയിൽ പോയി. ഇന്ന് അത്യാവശ്യം ചെറിയൊരു ബിസി ഡേ അങ്ങനെയൊക്കെ വേണം പറയാം. അപ്പം ഈ പോയിട്ടേരി കെട്ടിയിട്ടുണ്ടാകുന്ന തോന്നുന്നു. ഭയങ്കര ഒരു ഹെഡ് പെയിൻ ഉണ്ടായിരുന്നു എനിക്ക്. മുടി ഇങ്ങനെ ഭയങ്കര വലിഞ്ഞു കിടക്കുന്നത്. ഒന്ന് അഴിച്ചപ്പോഴാണ് എനിക്ക് ശരിക്കും വളരെ സമാധാനമായത്. അപ്പോൾ മുടി നമുക്ക് ചുമ്മാ ചെയ്ത് കൊടുക്കാൻ, ഞാൻ വലിയ കാര്യം ചെയ്യുന്നൊന്നും അല്ല ഇങ്ങനെ, പക്ഷെ എന്നാലും വെറുതെ ചെയ്യുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നൊന്നുമല്ല, പക്ഷെ എന്നാലും വീടിക്കെടുക്കുന്നതല്ലേ. അപ്പോൾ ആ ഒരു ചെയ്തതാണ്. ഈ 2-3 ഡേയ്സായിട്ട് ഞാൻ ഭയങ്കര വിരിച്ചുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ടത് തോന്നുന്നു ഫ്രണ്ടിലത്തെ കുറച്ചും കൂടി ഭയങ്കര കേളിയായിട്ട് കിടക്കുന്നുണ്ട്. സാധാരണ കേളിങ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇത് ഒരുമാതിരി കേളിയായിട്ട് കിടക്കുന്നത്. ഭയങ്കര ഫ്രിസി ആയിട്ട് ആ ഒരു ടൈപ്പ് ഞുറി പോലെ കിടക്കുന്നുണ്ട്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നല്ലൊരു എണ്ണ ഞാൻ തല നിൽക്കുന്നത്. സാധാ എണ്ണ കേട്ടോ, പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഞാൻ സാധാരണ എണ്ണ മുടി ഒന്ന് സോഫ്റ്റ് ആക്കാനൊക്കെയാണ്. എനിക്ക് ഹെയർ ഗ്ലിസറിൻ അങ്ങനെ എന്തോ അല്ലല്ലോ, ഒരു റിസം സിറം, ഹെയർ സിറമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യണമെന്നുണ്ട്. പക്ഷെ അതൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. എനിക്കത് മേടിക്കണം എന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനുള്ള പ്ലാനിങ്ങിലൊക്കെയാണ്. എണ്ണയൊക്കെ തേച്ച് ഒരു 15 മിനിറ്റ്സൊക്കെ ഞാനത് വെക്കും. അല്ലെങ്കിൽ നമ്മൾ കുളിച്ച് കഴിയുമ്പോഴത്തേക്കും തല കഴിക്കുമ്പോഴേക്കും എണ്ണ അതേപോലെ ഇറങ്ങിപ്പോകും. അപ്പോൾ എണ്ണ യാതൊരു കാര്യമില്ല. സോ ഞാൻ ഇതുപോലെ ഒന്ന് മുടി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് പെയിനില്ല. കാരണം വെച്ചാൽ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലിപ്പല്ല, ഒരു ഹെയർ സ്റ്റൈലാണിത്. ഇതിലേക്ക് ഹെയർ ക്ലിപ്പ് താഴെ പോയി. ബട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല കംഫർട്ടബിളാണ്. നമുക്ക് ചൂടൊക്കെ സമയത്താണെങ്കിൽ ഇതുപോലെ കെട്ടുവാണെങ്കിൽ നല്ലൊരു എന്താ പറയുക, റിലീഫ് ഉണ്ടായിരിക്കും. നമുക്ക് ഭയങ്കര ചൂടെടുക്കുന്ന അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം മുടി ഒതുങ്ങി കിടക്കുകയും ചെയ്യുക. അങ്ങനെ എൻ്റെ കണ്ടോ, ഈ ഫ്രണ്ടിലത്തെ ഒരു മുടി എപ്പോഴും ചാടി കിടക്കുന്നതാണ്. അതുമല്ലാതെ വേറൊരു മുടി ചാടി കിടക്കുന്നില്ല. അപ്പം ഈയിടെയായിട്ട് ഭയങ്കര ദാഹമൊക്കെയാണ്, അതുകൊണ്ട് ഇച്ചിരി വെള്ളം കുടിക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് കുളിച്ച് നീരാടണം, അങ്ങനെയൊന്നും കണ്ടാണ്. അപ്പോൾ എന്നോട് പോയി കുളിച്ചിട്ട് വരാമേ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോഴാണ് ശരിക്കും നന്നായിട്ടൊന്ന് ആശ്വാസമായത്. ശരിക്കും ഭയങ്കര റിലീഫുണ്ട് ഇപ്പം നമുക്ക് ചെറുതായിട്ടൊരു ലൈറ്റ് ഡിന്നറൊക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാനിവിടെ കഴിക്കെടുത്തത് പുട്ടാണ്. ഇതൊരു റവപ്പുട്ട് അല്ലെങ്കിൽ മധുരപ്പുട്ടൊക്കെ എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ശരിക്കും ഒരു മധുരപ്പുട്ടെന്നൊക്കെ പറയും. കാരണം ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് ചൂടോടെ കഴിക്കുമ്പോൾ ചെറിയൊരു പായസത്തിന് മണം കിട്ടും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ടേസ്റ്റാണെങ്കിലും ഫസ്റ്റ് എനിക്ക് എന്തോ പോലെ പെട്ടെന്ന് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അടിപൊളി ഇതാണ് ഈ പുട്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നോർമൽക്കാരുടെ ഇഷ്ടം ഇതാണ്. അപ്പോൾ ഞാനിത് ഒന്ന് കഴിച്ചിട്ട് വരാവേ. അപ്പം ഈ ബോട്ടിൽ നിങ്ങൾക്ക് പരിചയമായിരിക്കും. ഫസ്റ്റ് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഈ ബോട്ടിൽ തന്നെ കാണിച്ചു. പെട്ടെന്ന് കുപ്പിയുടെ അടപ്പ് അനിയത്തിയെടുത്ത് മുഖത്തെറിഞ്ഞു. വീണ്ടും അത് വഴക്കൊന്നുമില്ല, ചുമ്മാ തമാശ ചെയ്യുന്നതാണ്. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞു. നമ്മളിനി കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല, അനിയത്തി ഉണ്ട് കൂടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.